വർഷങ്ങളായിട്ട് ഇവർക്കുള്ള പ്രശ്നമാണ് എന്ത്? സ്നീസിങ്, മൂക്കടപ്പ്, നെയ്സൽ ഇച്ചിങ്, മൂക്ക് ചൊറിച്ചില്, അല്ലെങ്കിൽ വീസിങ്, ശ്വാസമുട്ടല്, ഇടയ്ക്കിടയ്ക്ക് കുത്തി കുത്തി ചുമ, സ്ഥിരമായിട്ടുള്ള ഒരു ഡ്രൈ കോഫ് ഇങ്ങനെ വരുന്നത്. അപ്പോൾ ഇത് വർഷങ്ങളായിട്ടുള്ള ഒരു ഇഷ്യൂ ആണ്. അപ്പൊ ഇത് 2 ഡേയ്സോ 5 ഡേയ്സോ 10 ഡേയ്സോ ഒരു ഇത് കൊടുക്കുക എന്നിട്ട് ശരിയാക്കുക, അങ്ങനെയല്ല. അത് നമ്മളൊരു മിനിമം 3 ഇയേഴ്സ് ആണ് അത് ചെയ്യേണ്ടത്. ബട്ട് ഇറ്റ് ഈസ് നോട്ട് ഡിഫിക്കൽട്ട്. അത് ചെയ്യാൻ ഒരു ഡിഫിക്കൽട്ടി ഉള്ള ഒരു കാര്യമല്ല. പക്ഷെ നമ്മളത് ചെയ്തിട്ടില്ലെങ്കിൽ, ഇപ്പൊ നമുക്ക് ഭയങ്കരമായിട്ട് തുമ്മലുണ്ട്, കണ്ണ് ചൊറിച്ചിലും ഇതൊക്കെ ഉള്ള ഒരാൾക്ക് ഓവർ എ പീരീഡ് കുറച്ച് കാലങ്ങൾ കഴിയുമ്പോൾ ചിലപ്പോൾ അതുപോലെ നിൽക്കാം, ചിലപ്പോൾ അത് ഭയങ്കരമായിട്ട് കൂടിയിട്ട് ആസ്മയിലേക്ക് പ്രോഗ്രസ് ചെയ്യാം. കാരണം ഈ അലർജിയും പൊല്യൂഷനും വെരി ക്ലോസ് ലിങ്ക്ഡ് ആണ്. പൊല്യൂഷൻ കൂടുന്നതിനനുസരിച്ച് അലർജി കൂടാം. ഈ അലർജൻസിനെ പൊല്യൂട്ടൻസ്, അതായത് കാർബൺ മോണോക്സൈഡ്, ഇതെല്ലാം എളുപ്പത്തിൽ ഇതിനെ സ്റ്റിക്ക് ചെയ്ത് നമ്മുടെ എയർവേ, അതായത് നമ്മൾ ബ്രീത്ത് ചെയ്യുമ്പോൾ നമ്മുടെ ശ്വാസകോശത്തിലേക്ക് എത്തിക്കാൻ എളുപ്പത്തിൽ സഹായിക്കും. അപ്പൊ അത് കാരണം തന്നെ നമ്മുടെ ഈ അലർജി കൂടിക്കൂടി വരാം.